മുസ്ലിം സ്ത്രീകളെ ഒഴിവാക്കാൻ പുരുഷന് നൂറ് മാർഗങ്ങളുണ്ട് എന്ന് വീണ്ടും വീണ്ടും കേരളത്തോട് അസ്മയെ പോലെയുള്ള ആളുകൾ വിളിച്ചു പറയുവാണ്. എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടും പഠിക്കാത്ത ഒരു വിഭാഗം ആളുകൾ. ഇപ്പോൾ നമുക്കറിയാം, സിറാജുദ്ദീൻ അയാളെ പൊക്കിയപ്പോഴാണ് മലപ്പുറത്ത് 5ാം പ്രസവം വീട്ടിൽ നടത്തിയ യുവതി മരിച്ച സംഭവം പുറം ലോകം അറിയുന്നത്. ഈ കാലഘട്ടത്തിലും ഇതുപോലെയുള്ള ആളുകൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുവാണ്. ഭാര്യ മരിക്കുന്നു 5ാമത്തെ പ്രസവത്തോടെ. ഭർത്താവ് സിറാജുദ്ദീൻ ഇപ്പോ കസ്റ്റഡിയിലായി. എന്തുകൊണ്ട്? നമ്മൾ ഈ വാർത്ത വൈറലാക്കിയത് കൊണ്ട് മാത്രം. മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും ഈ ചർച്ച മുക്കിയപ്പോൾ, ഈ വിഷയം മുക്കിയപ്പോൾ, നമ്മൾ ഈ വിഷയം പൊക്കിയെടുത്ത് പുറത്തിട്ടപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് പോലും മാറ്റുവിൻ ചട്ടങ്ങളെ, അല്ലെങ്കിൽ അത് മാറ്റും നിങ്ങളെ താനെന്ന് പറഞ്ഞതുപോലെ മാറ്റേണ്ടി വന്നു. ആശുപത്രി ചികിത്സ വിലക്ക് വീട്ടിൽ വെച്ച് അക്യുപങ്ചർ ചികിത്സ നൽകി. ഈ സ്ത്രീക്ക് ഇവരെന്ത് ചികിത്സയാണ് നൽകിയത്? എങ്ങനെയാണ് ഇവർ മരിച്ചത്? മരണകാരണം അറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യണ്ടേ? ഇസ്ലാമിക നിയമപ്രകാരം പോസ്റ്റ്മോർട്ടം ഹറാമാണ് എന്ന് പറഞ്ഞ് അയാളെ രക്ഷപ്പെടുത്താൻ നമ്മുടെ സംവിധാനങ്ങൾ ശ്രമിച്ചാൽ, എന്തായിരുന്നാലും ഇതേപോലെ ഒരു സംഭവം മുമ്പും ഉണ്ടായിട്ടുണ്ട്. അക്യുപങ്ചർ ചികിത്സ നൽകി പ്രസവത്തിനിടയിൽ അമ്മയും കുഞ്ഞും മരിച്ച നേമം നരഹത്യാ കേസിൽ പോപ്പുലർ ഫ്രണ്ട് നേതാവായിട്ടുള്ള ഭർത്താവും അക്യുപങ്ചർ ചികിത്സകനും അടക്കം 4 പ്രതികളെ ഹാജരാക്കാനാണ് കോടതി ഉത്തരവിട്ടത്. 1 മുതൽ 4 വരെയുള്ള പ്രതികളായ ഭർത്താവും പോപ്പുലർ ഫ്രണ്ട് നേതാവുമായ മണക്കാട് സ്വദേശി നയാസ്, ഇയാളുടെ ആദ്യ ഭാര്യയിലെ ഇളയ മകൾ റെജീന, ആശുപത്രി അലോപ്പതി ചികിത്സ വിലക്കി കൊച്ചിയിൽ നിന്നും ഓൺലൈനിലൂടെയും മറ്റും അക്യുപങ്ചർ ചികിത്സ നൽകിയ ഭീമാപള്ളിയിൽ ക്ലിനിക്ക് നടത്തുന്ന വെഞ്ഞാറമൂട് സ്വദേശിയായ ഷിഹാബുദ്ദീൻ, സഹായിയായ ആസിയ, ഉനൈസ, ഇവരെയൊക്കെയാണ് ഹാജരാക്കണം എന്ന് കോടതി പറഞ്ഞത്. പ്രതികളെ 25-ന് ഹാജരാക്കാൻ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി AM ബഷീറാണ് ഉത്തരവിട്ടത്. പാലക്കാട് സ്വദേശി നയാസിന്റെ 2ാം ഭാര്യ നേമം പഴയ കാരക്ക മണ്ഡപത്തിന് സമീപം തിരുമംഗലം ലൈനിൽ SR 39A വാടകയ്ക്ക് താമസിക്കുന്ന ഷെമീറ ബീവി എന്ന 36-കാരിയാണ് അമിത രക്തസ്രാവത്തെ തുടർന്ന് മരിച്ചത്. 2022 ഫെബ്രുവരി 21-ാം തീയതി ഉച്ച കഴിഞ്ഞാണ് മരിക്കുന്നത്. നവജാത ശിശുവും മരിച്ചു. ഷിഹാബാണ് യുവതിയെ ചികിത്സിച്ചുകൊണ്ടിരുന്നത്. 3 മക്കളുടെ അമ്മയാണ് ഷെമീറ ബീവി. 3 പ്രസവവും സിസേറിയൻ മുഖാന്തിരമായിരുന്നു. എന്നാൽ 4ാമത്തേത് സുഖപ്രസവം നടത്താനാണ് എന്ന പേരിലാണ് അക്യുപങ്ചർ ചികിത്സ നൽകി വീട്ടിൽ വെച്ച് തന്നെ പ്രസവിപ്പിച്ചത്. നയാസിന്റെ ആദ്യ ഭാര്യയും അക്യുപങ്ചർ പഠിക്കുന്ന ഇവരുടെ മകളും ചേർന്നാണ് പ്രസവ ശുശ്രൂഷ നടത്തിയത്. എവിടെ നിന്നാണ് മരണം വന്നത് എന്ന് മനസ്സിലായല്ലോ. 2ാം ഭാര്യയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആദ്യ ഭാര്യയും മകളും ഭർത്താവും ചേർന്ന് ശരിക്ക് പരിശ്രമിച്ചു. മഞ്ചദ്ദ വജദ പരിശ്രമിച്ചപ്പോൾ ഫലം കാണുകയും ചെയ്തു. പ്രസവത്തിനിടയിൽ അമിത രക്തസ്രാവം ഉണ്ടാകുന്നു. ബോധരഹിതയായ ഷെമീറയെ നാട്ടുകാരിടപെട്ട് സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുന്നു. മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ അമ്മയും കുഞ്ഞും മരിച്ചു എന്ന് ഡോക്ടർമാർ സ്ഥിരീകരിക്കുന്നു. മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നു. പാലക്കാട് പട്ടാമ്പിയിലെ ഷെമീറയുടെ വീട്ടിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. അതിനിടയിൽ പ്രസവത്തിനിടെ അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ ആരോഗ്യ പ്രവർത്തകരെ ഭർത്താവ് ഭീഷണിപ്പെടുത്തുന്നു. കാരണം ഈ സംഘടനയുടെ പിൻബലവും കൂടിയുണ്ടല്ലോ. അന്വേഷണത്തിൽ പോലീസിനും വീഴ്ച സംഭവിച്ചു. ഗർഭാവസ്ഥയിലായിരുന്നിട്ടും ആശുപത്രിയിൽ ചികിത്സ നടത്താൻ ഭർത്താവ് നയാസ് അനുവദിക്കുന്നില്ല എന്ന് ഷെമീറ ബീബി സമീപവാസികളോട് പറഞ്ഞിരുന്നു. സമീപവാസികൾ ആരോഗ്യ പ്രവർത്തകരെ വിവരം അറിയിച്ചു. ആരോഗ്യ പ്രവർത്തകരും കൗൺസിലറും വീട്ടിലെത്തിയെങ്കിലും ഇവരോട് സംസാരിക്കാൻ ഷെമീറ ബീബിയെ നയാസ് അനുവദിച്ചിരുന്നില്ല. വിവരങ്ങൾ നൽകാനും തയ്യാറായില്ല. ആരോഗ്യ പ്രവർത്തകരെയും കൗൺസിലറെയും നയാസ് ഭീഷണിപ്പെടുത്തുകയും വളരെ മോശമായി അവരോട് പെരുമാറുകയും ചെയ്തു എന്നാണ് അവർ നൽകുന്ന റിപ്പോർട്ട്. ഇതിനുശേഷം ഷെമീറ ബീവിയെ പുറത്തിറങ്ങാൻ പോലും നയാസ് അനുവദിച്ചിരുന്നില്ല. ആരോഗ്യ പ്രവർത്തകർ നേമം പോലീസിനെയും റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തകരെയും പള്ളി കമ്മിറ്റിയെയും വിവരം അറിയിച്ചെങ്കിലും തന്റെ ഭാര്യയുടെ കാര്യം താൻ നോക്കിക്കൊള്ളാമെന്നും യൂട്യൂബ് വഴി പ്രസവം നടത്തുമെന്നും പറഞ്ഞ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ കൂട്ടാക്കിയില്ലെന്ന് മാത്രമല്ല, ആശുപത്രിയിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ മുഴുവൻ ആളുകളെയും ഭീഷണിപ്പെടുത്തുകയും തെറി പറയുകയും മേലിൽ അവരോട് ഭാര്യയോട് മിണ്ടരുത് എന്ന് പറഞ്ഞ് ഭാര്യയെയും വിലക്കി. കൗൺസിലർ ഉൾപ്പെടെയുള്ള ആളുകൾ പോലീസിന് വിവരം നൽകിയെങ്കിലും അന്വേഷണം നടത്തി തിരികെ പോയതല്ലാതെ ഗൗരവകരമായ യാതൊരു നടപടിയും പോലീസ് സ്വീകരിച്ചില്ല. ഷെമീറ പാലക്കാട്ടെ വസതിയിൽ പോയപ്പോൾ ഭർത്താവ് അറിയാതെ ആശുപത്രിയിൽ പോയി ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു.
ഫെബ്രുവരി 15-നോ 16-നോ സിസേറിയൻ നടത്തണം എന്ന് ഡോക്ടർമാർ ഉപദേശിച്ചിരുന്നു. അതേസമയം 2022 കേസ് അന്വേഷണ ഘട്ടത്തിൽ നയാസിന് കോടതി ജാമ്യം അനുവദിച്ചു. നേമം പോലീസ് പ്രതിയുമായി ഒത്തുകളിച്ച് ജാമ്യത്തെ എതിർക്കാത്തതാണ് ഗൗരവമേറിയ സെഷൻസ് വിചാരണ കേസിൽ വേഗത്തിൽ ജാമ്യം കിട്ടാൻ ഇടയായത് എന്ന ആരോപണം സോഷ്യൽ മീഡിയയിൽ പലരും ഉയർത്തി. നരഹത്യാ കേസിൽ നയാസ് അറസ്റ്റിലായത് 2022 ഫെബ്രുവരി 22 തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിലാണ് നേമം പോലീസ് പ്രതിക്ക് ജാമ്യം ലഭിക്കാൻ ഉതകുന്ന രൂപത്തിൽ പ്രതിയുടെ ജാമ്യാപേക്ഷയ്ക്ക് മറുപടിയായി നൽകേണ്ടെന്ന റിപ്പോർട്ടിൽ വെള്ളം ചേർത്തു. മുസ്ലിം സ്ത്രീകളിൽ തന്നെ വിവരവും വിദ്യാഭ്യാസവുമുള്ള, സ്വന്തം അഭിപ്രായം തുറന്നു പറയാൻ തന്റേടമുള്ള ആളുകളുണ്ട് എന്ന് ഈ വിഷയം നമ്മളെ തെളിയിക്കുകയാണ്. കാരണം ഏതാണ്ട് 99% ആളുകളും ഈ സിറാജുദ്ദീൻ എന്ന നരാധമനെ, നയാസ് എന്ന നരാധമനെ എതിർക്കുകയും ആ മരണപ്പെട്ടു പോയ അതല്ലെങ്കിൽ കൊല്ലപ്പെട്ട ആ സ്ത്രീകൾക്കും കുട്ടിക്കുമൊക്കെ ദയാവായ്പകളോടുകൂടിയുള്ള കമന്റുകളും അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ മലപ്പുറത്ത് വീട്ടിൽ പ്രസവിക്കുന്നതിനിടയിൽ യുവതി മരിച്ച സംഭവവും ഇതിൽ പ്രതികരണവുമായിട്ട് ഡോക്ടർ ഷിന്ന അസീസ് എത്തുകയാണ്. ബീഹാറിലെ ആരോഗ്യരംഗത്തെ അവസ്ഥ കണ്ടാൽ അറിയാം കേരളത്തിൽ ലഭിക്കുന്ന സൗകര്യങ്ങൾ എത്ര മികച്ചതാണ് എന്ന്. വാട്സാപ്പിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും നമ്മുടെ നാടിനെ തിരിച്ച് ആ പഴയ കാലത്തേക്ക് തിരികെ നടത്താനുള്ള, വലിച്ചിടാനുള്ള വിചിത്രമായ ശ്രമങ്ങളാണ് നടക്കുന്നത് എന്നും അവർ പറഞ്ഞു. ഷിന്ന അസീസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇതാണ്. ശ്രീചിത്രയിൽ പൊതുജനാരോഗ്യത്തിൽ PG ചെയ്യുന്ന സമയത്ത് 1 മാസത്തെ ഇന്റേൺഷിപ്പ് ഉണ്ടായിരുന്നു. ആ സമയത്ത് മലപ്പുറം ജില്ലയിലെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കൂടെ വീട്ടിൽ പോയി പ്രസവം എടുക്കുന്ന ഒരു പ്രായമായ സ്ത്രീയുടെ താമസ സ്ഥലത്തേക്ക് പോയി. ഗാർഹിക പ്രസവത്തിൽ ആരോഗ്യപരവും നിയമപരവുമായ പ്രത്യാഘാതങ്ങൾ കുടുംബത്തെ ഉൾപ്പെടെ പറഞ്ഞു മനസ്സിലാക്കുകയും അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് നേരിട്ട് അറിഞ്ഞതാണ് ഈ അന്ധവിശ്വാസത്തിന്റെ ആഴം. ആശുപത്രിയിൽ പോയാൽ ആവശ്യമില്ലാതെ കീറും, മരുന്നുകൾ കുത്തിവെക്കും, രോഗിയാക്കും. പോരാത്തതിന് ആ വയറ്റാട്ടിയുടെ പേരിന്റെ കൂടെ വൈദ്യ എന്നോ മറ്റോ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു ID കാർഡും കണ്ടിരുന്നു. എന്തോ വലിയ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കാണിക്കുന്നത് പോലെ വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് അന്ന് ആ വീട്ടുകാർ അതെടുത്ത് നീട്ടിയത്. ഡോക്ടർമാരടക്കം വീട്ടിൽ ചെന്ന് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തിട്ട് എന്ത് ഫലമുണ്ടായി? ഇന്ത്യയിൽ തന്നെ ഏറ്റവും താഴ്ന്ന മരണനിരക്കുള്ള കേരളത്തിൽ ഗാർഹിക പ്രസവത്തിൽ ഒരു അമ്മ കൂടി മരിച്ചിരിക്കുന്നു. അത് 35 വയസ്സിൽ 5 മക്കളുടെ അമ്മയായ ഒരുവൾ. കാരണം അത് തന്നെ, മരുന്ന് കഴിക്കരുത്, ചികിത്സ പാടില്ല, പ്രസവത്തിന് ആശുപത്രിയിൽ പോകരുത്, പ്രസവം നിർത്തരുത്, അക്യുപങ്ചർ, സിദ്ധ ചികിത്സ. ഇനി എത്ര പെണ്ണുങ്ങളെ കൊലയ്ക്ക് കൊടുത്താലാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ബോധം വയ്ക്കുക? മനുഷ്യരെ മനസ്സിലാകാത്ത, വെള്ളയും ഇട്ട് ചുറ്റുമുള്ളവരുടെ സന്തോഷവും സമാധാനവും ആരോഗ്യവും സ്വസ്ഥതയും കുരുതിക്ക് കൊടുക്കാൻ കച്ചകെട്ടിറങ്ങിയ പണ്ഡിത വേഷധാരികളോട് യാതൊന്നും പറയാനില്ല. ഒരു പെണ്ണ് പോയാൽ റിപ്പീറ്റ് എന്നതിൽ കവിഞ്ഞിട്ടുള്ള വലിയൊരു വിലയൊന്നും സ്ത്രീകൾക്ക് അക്കൂട്ടർ കരുതിയിട്ടില്ല. അതിൽ കവിഞ്ഞ പ്രതീക്ഷയും അവരിൽ നിന്നുമില്ല. സാധാരണ മനുഷ്യരോടാണ്. ഇത്തരക്കാരോ വ്യാജ ചികിത്സകരോ പറയുന്നതിൽ ഭ്രമിച്ച് പ്രിയപ്പെട്ടവരുടെ ജീവൻ അപകടത്തിലാക്കരുത്. ഇന്ത്യയിൽ ഏറ്റവും നല്ല ആരോഗ്യാവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് ലോകാരോഗ്യ സംഘടനയുടെ കീഴിൽ ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്കമായ ഹെൽത്ത് സിസ്റ്റമുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നായ ബീഹാറിലാണ് എന്ന് ഷിന്ന അസീസിന്റെ പോസ്റ്റ്. ഇന്ന് കേരളത്തിൽ കാണുകയോ കേൾക്കുകയോ പോലും ചെയ്യാത്ത തരത്തിലുള്ള ഏറെ ഗർഭകാല സങ്കീർണതകളും മാതൃമരണവും നവജാത ശിശു മരണവും എല്ലാം സുലഭമായ ഒരിടത്ത്. വീട്ടിലെ പ്രസവമൊക്കെ അവിടെ സർവ്വസാധാരണം. ബീഹാറിലെ ഗർഭകാലത്തോ പ്രസവം കഴിഞ്ഞ ഉടനെയുള്ള കാലാവധിയിലോ 100,000 അമ്മമാരിൽ 118 പേർ മരിക്കുന്നു എന്നാണ് കണക്ക്. ഇതേ കണക്ക് പ്രകാരം കേരളത്തിൽ 1,00,019 അമ്മമാർ മാത്രം മരിക്കുന്നു എന്നത് ചേർത്ത് വായിക്കണം. എന്നിട്ട് MMR എന്നാണ് അതിന്റെ സാങ്കേതിക പദമെന്ന് അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്. ഈ അന്തരീക്ഷത്തിന്റെ കാരണം അറിയാമോ? പിന്നോക്ക സംസ്ഥാനങ്ങളിൽ പല സർക്കാർ ആശുപത്രികളിലും നോർമൽ പ്രസവം എടുക്കാൻ ഒരുവിധ ഡോക്ടറുടെയും മേൽനോട്ടമില്ല. സിസേറിയൻ ചെയ്യുന്ന തിയേറ്ററുകൾ, സൗകര്യങ്ങൾ തുടങ്ങിയവ വളരെ പരിതാപകരമാണ്. ലേബർ റൂമിൽ കയറേണ്ടി വന്ന അവസരങ്ങളിൽ കണ്ട പലതും ഉള്ളുലച്ചിട്ടുണ്ട്. കേരളത്തിൽ ജനിക്കാൻ ഭാഗ്യം കിട്ടിയതോർത്ത് നെടുവീർപ്പിട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമുള്ള സംസ്ഥാനങ്ങളിൽ സ്വകാര്യ ആശുപത്രിയിൽ പോകാൻ എല്ലാവർക്കും പാങ്ങുമില്ല. ഭീതിജനകമായ സ്ഥിതിയാണ് പലയിടത്തും. അയൺ, കാൽസ്യം ഗുളികകൾ കൃത്യമായി കഴിക്കാതെയും TD വാക്സിൻ എടുക്കാതെയും
ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞാൽ അനുസരിക്കാതെയും വർഷാവർഷം പ്രസവിച്ചും ആൺകുട്ടി ഉണ്ടാകും വരെ തുടർച്ചയായി പ്രസവിച്ചുകൊണ്ടേയിരുന്നുമൊക്കെ എത്രയോ സ്ത്രീകൾ അവിടെ മാറാരോഗ്യങ്ങളാകുകയോ മരിക്കുകയോ ചെയ്യുന്നുണ്ട്. സിസ്റ്റത്തിലുള്ള കടുത്ത പാളിച്ചകൾ കാരണം എല്ലാ മരണങ്ങളും രേഖപ്പെടുത്തുന്നത് പോലും ഉണ്ടാകാറില്ല. കേരളത്തിന് പുറത്തെന്ത് അകത്തെന്ത് എന്നിങ്ങനെ രണ്ട് ഹെൽത്ത് സിസ്റ്റവും തൊട്ടടുത്ത് നിന്ന് കണ്ടറിഞ്ഞൊരുവൾ പറയുന്നതാണിത്. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത് പോലെ എന്താണ് നമ്മുടെ കയ്യിലുള്ളതിന്റെ വില എന്ന് നമ്മളിൽ പലർക്കും തിരിച്ചറിയുന്നില്ല. ഈ പറയുന്ന സിദ്ധൻ മലപ്പുറത്ത് വന്ന് താമസിക്കുന്ന ആളാണ്, കാസർഗോഡ് മൗലവിയാണ്, ഭാര്യാവിയുടെ പെരുമ്പാവൂരാണ് എന്നൊക്കെ വാർത്തയിൽ കേട്ടു. അയാളുടെ ഭാര്യയുടെയും സ്വന്തം സ്ഥലം ഏതോ ആകട്ടെ, അന്ധവിശ്വാസത്തിന് അഡ്രസ്സുമില്ല, ഒരു പെണ്ണിനെ കൊലയ്ക്കു കൊടുത്തു എന്ന് തീർത്തു പറയാം. 5 മക്കളുടെ അമ്മയെ കൊന്നു കളഞ്ഞിട്ട് അയാൾക്കുള്ളത് ഈ നാട്ടിലെ നിയമം കൊടുക്കാതിരിക്കില്ല. ഒരു കാരണവശാലും അത്തരക്കാരെ വിശ്വസിക്കരുത്. വീട്ടിലെ പ്രസവം നടത്തി കുട്ടിക്ക് വാക്സിനും എടുക്കാതെ മാതൃകയാക്കി കാണിച്ച് പൊന്നാടെ അണിയിക്കുന്നവരെ ഇതേ നിയമം കൊണ്ട് കൈകാര്യം ചെയ്യണമെന്നാണ് അഭിപ്രായം. ഗർഭകാലം ഒരിക്കലും ഒരു രോഗാവസ്ഥയല്ല, പക്ഷേ ഉള്ളിൽ ഒരു ജീവൻ പേറി രോഗപ്രതിരോധ ശേഷി ഒരല്പം കുറഞ്ഞ് ശരീരത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉള്ളതിനാൽ അമിത രക്തസമ്മർദ്ദം, പ്രമേഹം, തൈറോയിഡ് ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുകൾ, കടുത്ത അണുബാധകൾ എന്നു തുടങ്ങി ഏറെ പ്രശ്നങ്ങൾ വളരെ സ്വാഭാവികമായി ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ശാരീരികാവസ്ഥയാണത്. ഗർഭിണിയാണ് എന്നറിയുന്ന സമയം മുതൽ പ്രസവശേഷമുള്ള പരിശോധനകൾ വരെ കൃത്യമായി നടക്കണം. ഇത് വ്യാജ ചികിത്സകർ പറയുന്നത് പോലെ ഡോക്ടർമാർക്ക് പുട്ടടിക്കാനുള്ളതല്ല. അമ്മയുടെയും കുഞ്ഞിനെയും ജീവന്റെ വിലയുള്ള കാര്യമാണ്. ഉദാഹരണത്തിന് ഗർഭിണിയായ ഉടൻ ഗർഭപാത്രത്തിന് പുറത്തുള്ള ഗർഭമാണോ എന്നും മറ്റും അറിയാൻ പ്രാഥമിക പരിശോധന കൂടിയേ തീരൂ. ജീവാപായം പോലും ഉണ്ടാകുന്ന അവസ്ഥയാണിത്. എൻ്റെ അനിയന്റെ കുഞ്ഞ് ഗർഭപാത്രത്തിന്റെ പുറത്തുള്ള ഗർഭത്തിന്റെ എല്ലാ സീമകളും ലംഘിച്ച് കരളിന് കീഴെയായിരുന്നു ചെന്ന് പറ്റിപ്പിടിച്ചത്. ഏതാണ്ട് 2.5 മാസത്തോളം വളർന്നു. അത് വളരെ അപൂർവമായ അവസ്ഥയാണ്. അന്ന് നേരത്തും കാലത്തും വേണ്ട പരിശോധനകളും ചികിത്സയും സങ്കീർണമായ ശസ്ത്രക്രിയയും നടത്തിയ മെഡിക്കൽ ടീമിന്റെ വൈദഗ്ധ്യം കാരണം അവന്റെ പങ്കാളി ഇന്ന് ജീവിച്ചിട്ടുണ്ട്. അബോർഷൻ എല്ലായ്പ്പോഴും അത് പോയി എന്ന് പറയുന്ന കണക്കിന് സിമ്പിളല്ല. ഗർഭാശയത്തിനകത്ത് വല്ലതും ബാക്കി കിടന്നാൽ കടുത്ത ഇൻഫെക്ഷൻ വരാം. അയൺ ഗുളികകൾ കഴിക്കാതിരുന്നാൽ ഗർഭിണിക്ക് വിളർച്ചയുണ്ടാകാം. അതിന്റെ പലവിധ കോംപ്ലിക്കേഷൻസ് നേരിടേണ്ടി വരും. അമ്മയ്ക്ക് രക്തം കുറഞ്ഞാൽ കുഞ്ഞിലേക്ക് പോഷകങ്ങളും ഓക്സിജനും പോലും എത്തില്ല. പ്രസവ സമയത്തുള്ള പ്രശ്നങ്ങൾ ഏറെയും അമ്മ TD വാക്സിൻ എടുക്കാതെ വീട്ടിലും മറ്റും വൃത്തിക്കുറവുള്ള ഇടങ്ങളിലും പ്രസവം നടന്നാൽ നവജാത ശിശുവിന് ടെറ്റനസ് രോഗമുണ്ടാകും. കേരളത്തിലെ 2002 ശേഷം ഈ രോഗം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് നാട്ടിൽ ടെറ്റനസ് ബാക്ടീരിയ ഇല്ലാത്തതുകൊണ്ടല്ല, അമ്മയ്ക്ക് വാക്സിൻ നൽകുന്നത് കൊണ്ടാണ്. ദിവസവും വീടടിച്ചു വാരി തുടയ്ക്കുന്നുണ്ടല്ലോ. ഞങ്ങളുടെ വീട് സൂപ്പറാണ് എന്ന് ചിന്തിക്കേണ്ട. ആശുപത്രികളിലെ ശാസ്ത്രീയമായ രീതിയിലുള്ള അണുനശീകരണം, വീട്ടിലെ കാഴ്ചയ്ക്കുള്ള വൃത്തിയും തമ്മിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഓരോ ഘട്ടത്തിലും ഡോക്ടറെ കാണണം. ആവശ്യമുള്ള സപ്പോർട്ടീവ് മരുന്നുകൾ കഴിക്കണം. ഗർഭകാലത്തെ ഗുളികകളും മറ്റും രണ്ടാളുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയാണ്, അല്ലാതെ ഗർഭത്തെ രോഗമായി കണ്ടുകൊണ്ടുള്ളതല്ല. ഇനി അഥവാ ഗർഭിണിക്ക് വല്ല രോഗവും പിടിപെട്ടാൽ തന്നെ അവർക്ക് ഒരു മരുന്ന് എഴുതണമെങ്കിൽ പോലും ഡോക്ടർ പലതവണ ആലോചിക്കും. അത്രയേറെ സൂക്ഷ്മത പാലിക്കേണ്ടുന്ന കാര്യമാണത്. മറിച്ചുള്ളത് വെറും കുപ്രചരണങ്ങൾ മാത്രമാണ്. ഇനി പ്രസവ സമയം വരെ ഒരു കുഴപ്പവും ഇല്ലാതെ കഴിഞ്ഞുകൂടി വീട്ടിൽ നിന്ന് തന്നെ പ്രസവിച്ചേക്കാം എന്നാണെങ്കിൽ പ്രസവ സമയത്ത് എപ്പോൾ വേണമെങ്കിലും അപസ്മാരം വരാം. കുഞ്ഞ് പുറത്തു വരാതെ പ്രസവപാതയിൽ കുടുങ്ങിപ്പോകാം. മറുപിള്ള പുറത്തു വരാതെ ഇരിക്കാം. പ്രസവശേഷം കടുത്ത ബ്ലീഡിംഗ് ഉണ്ടാകാം. അമിത രക്തസമ്മർദ്ദം മൂലം ഗർഭപാത്രം തകർന്നു പോകാം. അമ്മയോ കുഞ്ഞോ രണ്ടാളും തന്നെയോ മരണപ്പെടാം. ഇതെല്ലാം തന്നെ ലക്ഷണങ്ങൾ നോക്കിയും പരിശോധിച്ചും ചിലപ്പോൾ തുടർച്ചയായി മോണിറ്റർ ചെയ്തും വിദഗ്ധരായ ഡോക്ടർമാർക്ക് കണ്ടെത്താവുന്നതും തടയാവുന്നതുമായ ചികിത്സിക്കാവുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്രയൊക്കെ വായിച്ചു. ഇനി ആ മറ്റേ ഡയലോഗ് ആക്കിയാലോ. എൻ്റെ മുത്തശ്ശിക്ക് ഇപ്പോൾ 90 വയസ്സായി. പഴയ പോലെ ഇരിപ്പുണ്ട്. ഒരു അയണും കഴിച്ചിട്ടില്ല, കുത്തിവെപ്പും എടുത്തിട്ടില്ല. 14 പെറ്റു. ലഭ്യമായ കണക്കുകൾ പ്രകാരം 1970 കാലഘട്ടത്തിൽ കേരളത്തിൽ ഗർഭിണിയായിരിക്കെ പ്രസവത്തെ തുടർന്ന് മരണപ്പെട്ട സ്ത്രീകളുടെ എണ്ണം 1,75,000 ഇപ്പോഴുള്ളതിൻ്റെ 4 ഇരട്ടി. ആ കാലത്ത് 1000 കുട്ടികൾ ജനിക്കുന്നതിൽ 53 പേർ 1 വയസ്സെത്തും മുന്നേ മരണപ്പെട്ടിരുന്നെങ്കിൽ ഇന്നത് 1000 കുഞ്ഞുങ്ങളിൽ 6 പേർ മാത്രമാണ്. സ്വാതന്ത്ര്യം കിട്ടിയ കാലത്തെ മനുഷ്യരുടെ ഇരട്ടി ജീവിതദൈർഘ്യം ഇന്നത്തെ മലയാളിക്കുണ്ട്. ഓരോ വാക്സിനും മറ്റ് ആധുനിക ചികിത്സാരീതികളും ചേർന്ന് നൽകിയത് തന്നെയാണ്. വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വാട്സാപ്പിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും നമ്മുടെ നാടിനെ തിരിച്ച് ആ പഴയ കാലത്തേക്ക് തിരിച്ച് അലിച്ചിടാനുള്ള വിചിത്രമായ ശ്രമങ്ങളാണ് നടക്കുന്നത് എന്നതാണ്. വീട്ടുപ്രസവങ്ങളുടെ കാലമൊക്കെ കടന്ന് കേരളം ഇപ്പോൾ ഏറെ മുന്നിലാണ്. നമ്മുടെ വാഹനം ചലിക്കേണ്ടതും ആ ദിശയിൽ മാത്രമാണ്.
ഏറെ അഭിമാനത്തോടെ എൻ്റെ നാടിൻ്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ചും വിദ്യാഭ്യാസത്തെക്കുറിച്ചും വേറെ സംസ്ഥാനങ്ങളിൽ സംസാരിക്കുന്ന ഒരാൾക്ക് ഈ വിളിച്ചു വരുത്തിയ ദുരന്തം അത്യന്തം വേദനാജനകമാണ്. ഇനി ഒരു അമ്മയ്ക്കും ഈ ഗതി വരാതിരിക്കട്ടെ. മരണമടഞ്ഞ അമ്മയുടെ മക്കൾക്കും കുടുംബത്തിനും ഇത് സഹിക്കാനുള്ള ക്ഷമയുണ്ടാകട്ടെ. നന്ദി.